റെയിൽവേ ട്രേഡ് യൂണിയൻ ഹിതപരിശോധന മുന്നിൽ കണ്ട് ദക്ഷിൺ റെയിൽവേ എംപ്ലോയീസ് യൂണിയനെതിരെ വ്യാജ വാർത്തയുമായി ജന്മഭൂമി ദിനപത്രം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി DRU പിരിച്ച പണത്തിന് കണക്കില്ലെന്ന ജന്മഭൂമി വാർത്ത വ്യാജമെന്ന് സംഘടനാ നേതൃത്വം. ജന്മഭൂമി വാർത്ത പിൻവലിച്ച് തിരുത്ത് നൽകണമെന്നും DRU ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടെ ഈ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഇനി ന്യൂസ് ആൻഡ് വ്യൂസുമായി ശരചന്ദ്രൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാനാണ് ദക്ഷിൺ റെയിൽവേ എംപ്ലോയീസ് യൂണിയൻ പണം സ്വരൂപിച്ചത്. ഒരു വീട് നിർമ്മിച്ചു നൽകാമെന്ന കാര്യം റവന്യൂ വകുപ്പിനെ കത്ത് മുഖാന്തരം സംഘടന അറിയിച്ചു. പുനരധിവാസ പദ്ധതിയുടെ തീരുമാനവും വീടിന് ചെലവാകുന്ന സംഖ്യയും യഥാസമയം അറിയിക്കാമെന്ന് റവന്യൂ വകുപ്പ് മറുപടി നൽകി. വസ്തുത ഇതായിരിക്കെയാണ് DRU ജീവനക്കാരിൽ നിന്ന് ശേഖരിച്ച പണത്തിന് കണക്കില്ലെന്ന ജന്മഭൂമിയുടെ വ്യാജ വാർത്ത. റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിന്റെ പ്രോജക്റ്റ് തയ്യാറാക്കി പൂർത്തിയാകുന്ന മുറയ്ക്ക് നമ്മളെ അറിയിക്കാമെന്നും അവിടെ ഇൻട്രസ്റ്റഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടത്തുമെന്നും ആ മീറ്റിംഗിൽ വെച്ച് നമുക്ക് അതിന്റെ സ്ലോട്ട് അനുവദിച്ചു കിട്ടുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. DRUവിന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെയോ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിന്റെ ചുമതലയുള്ള ഒരു ഓഫീസറെയോ ബന്ധപ്പെടാതെ മലയാളത്തിലെ ഒരു മാധ്യമം, ഒരു ദിനപത്രം ഇത്തരത്തിൽ ഒരു വാർത്ത നൽകിയത് തീർത്തും നിരുത്തരവാദപരവും ആക്ഷേപാർഹവുമാണ്. ആകെ 14,62,327 രൂപയാണ് റെയിൽവേ ജീവനക്കാരിൽ നിന്ന് ലഭിച്ചത്. ഈ തുക ഇന്ത്യൻ ബാങ്കിന്റെ തിരുവനന്തപുരത്തെ തൈക്കാട് ശാഖയിൽ നിക്ഷേപിച്ചു. പിരിഞ്ഞുകിട്ടിയ പണത്തിന്റെ കണക്കും ബാങ്കിൽ നിക്ഷേപിച്ചതിന്റെ വിവരങ്ങളും സംഘടന ജീവനക്കാർക്കിടയിൽ പ്രസിദ്ധീകരിച്ചു. ഇതെല്ലാം മറച്ചുവെച്ചാണ് ഹിതപരിശോധനയിൽ തൊഴിലാളികളുടെ അംഗീകാരം നേടുന്നത് മുന്നിൽ കണ്ടുള്ള DRUവിനെതിരായ വ്യാജ പ്രചാരണം. പുനരധിവാസ പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കാനുള്ള തുക എത്രയായാലും നൽകുമെന്നും DRU നേതാക്കൾ വ്യക്തമാക്കി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.